ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനം? ഇന്ന് ഇല്ലുവിൻ്റെയും മീറ്റിംഗ് ആട്ടെ, സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പം ജന്നക്കുട്ടീനെയും കൊണ്ട് പോവട്ടോ. ജന്നക്കുട്ടി റെഡി ആയിന്ന് കേട്ടോ, റെഡി ആയിക്കാണ്. ഇപ്പോൾ 3 മണിക്കാണ്, ഇപ്പോൾ 2:45. അപ്പോൾ ജന്നക്കുട്ടിയൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ജന്ന അപ്പം ഇനി മീറ്റിംഗ് 3 മണിക്കാണ്. 3 മണി പറഞ്ഞാൽ ഇപ്പം 3 മണിക്ക് തുടങ്ങുമല്ലോ അറിയില്ല. 3 മണി ആവാനായി. 3 മണിക്ക് ഇറങ്ങാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഓളപ്പാൻ്റെ ഒപ്പം പോവാണ്. വരുമ്പോൾ സ്കൂൾ ബസ്സിൽ പോരും. മക്കളൊപ്പം അങ്ങനെ പോന്നാൽ മതിയല്ലോ, അങ്ങനെ വിചാരിച്ചു. പറ്റുകയാണെങ്കിൽ അവിടെ ഞാൻ വീഡിയോ എടുക്കണ്ട കേട്ടോ. അങ്ങനെ വണ്ടിയിൽ കയറാം കേട്ടോ. ജന്നപ്പ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ജന്ന മടിയിൽ ഇരിക്കുന്നുണ്ട്. ചാച്ചാ അങ്ങനെ പോവാണ് കേട്ടോ. പോണ വയ്യാണ്. ഞാൻ നല്ല അങ്ങോട്ട് പറഞ്ഞിട്ടില്ലേനിയോ, പിറ്റടിച്ചപ്പോൾ വെള്ളത്തിൻ്റെ ഒച്ചയൊക്കെ ഉണ്ട്. അത് ഇവിടെ നിന്ന് കേട്ടോ. ഇതിൽ വെള്ളം ചാടുണ്ട്. ആ ഒച്ചപ്പാട് അങ്ങോട്ടൊക്കെ കേൾക്കും കേട്ടോ. അതാണ് ഇവിടെയൊക്കെ പിന്നെ കുറേ ഡബ്ബറ കേട്ടോ. ഞങ്ങൾ ഈ വൈക്കൊക്കെ ആ ഭാഗത്തും ഡബ്ബർ, ഈ ഭാഗത്തും ഡബ്ബർ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വീടൊക്കെ എത്തും കേട്ടോ. ഉച്ച നേരമായിട്ട് വൈക്കൊന്നും ആരും ഇല്ല കേട്ടോ. നടക്കുന്നതൊന്നും ആരെയും കാണണമൊന്നുമില്ല. ഇവിടെ അടുത്ത് തന്നെ ഒരു 10 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ കേട്ടോ സ്കൂൾക്ക്. നടക്കാനല്ല കേട്ടോ, വണ്ടിക്കിടാ. നടക്കാനാണെങ്കിൽ കുറച്ചുണ്ട്. വണ്ടിയിലാകുമ്പോൾ 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും എത്തും. കുട്ടി കണ്ടില്ലേ, അവൾക്ക് വണ്ടിയിൽ ഇരുന്നാൽ പിന്നെ ഇതാണ് പണി. ആ കമ്പിയുമ്പോൾ പിടിച്ചിരിക്കേണ്ടി വരും. നമ്മളാണെങ്കിൽ പിടിച്ചാനുള്ള അയക്കൂല്ല, അവൾക്കാണെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. സ്കൂളിൽ എത്താനായിട്ടോ. ആ സ്കൂൾക്കില്ല, മേൽക്കൊരു ഇടവഴി ഉണ്ടായിക്കൂടെ അങ്ങനെ പോവാണേ. നമ്മളെ സ്കൂളെത്തിട്ടോ. എന്താണ് നമ്മളെ സ്കൂള്? ഞങ്ങൾ അങ്ങനെ സ്കൂളിൽ നിന്ന് പോന്നു കേട്ടോ. കഴിഞ്ഞിട്ടൊന്നുമില്ല. ജന്നമോള് കരിഞ്ഞപ്പോൾ പിന്നെ വേഗം പോന്നു. പിന്നെ കുട്ടികളെ ഇപ്പം അവിടെ ഉണ്ടേനി. അപ്പം പിന്നെ കളപ്പാൻ്റെ അപ്പം ഇല്ലൂനൊക്കെ കൂട്ടി പോകുന്നു കേട്ടോ. അപ്പോൾ മക്കളൊക്കെ വീട്ടിൽ പോകണ മുമ്പ് മറ്റേ കൊക്കവാട തിന്ന് നമുക്ക് പുറത്തുനിന്ന് പറഞ്ഞാണ്ട് അങ്ങനെ നേരെ നമ്മൾ വീട്ടിൽ പോകണ മുമ്പ് കൊക്കവാട തിന്നട്ടോ. അപ്പോൾ കൊക്കവാട മഴ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊക്കവാടയും ചായയും സൂപ്പറല്ലേ. വീട്ടിലെത്തിയിട്ടൊന്നും ചായ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പം അങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ കൊക്കവാടൻ്റെ പീടിക്ക് പോവാണ്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. പറയാൻ മാത്രമല്ല കാഴ്ചകളൊന്നും ഇല്ല, എന്നാലും നമ്മൾ പോയൊക്കെ ഉണ്ടേനി. പിന്നെ അങ്ങനെ മരങ്ങളുണ്ട്. കണ്ടില്ല പാലം, വെള്ളം പോണ. ആനക്കയാണ്. ആനക്കയം പാലല്ല, ആനക്കയം പാലം അവിടാണ്. ചിത്തത്താറ പാറാണ്. ചിത്തത്താറ പാലം, സോറി. ഓ ആ പാനക്കായത്തിൻ്റെ അവിടെ വേറെയാണ്. ഇത് മുട്ടിപ്പാലം തല്ല. ഇങ്ങനെ നമ്മളെ ജന്നക്കുട്ടി ഇട്ടാ. പല്ലൊക്കെ ഇതാ ഇവിടെ. നമ്മളെ ജന്നക്കുട്ടി ഇതാ ഇവിടെ. നമ്മൾ ഇവിടെ ഇരിക്കാണ് കേട്ടോ. എന്താണ് വേണ്ടേ എനിക്ക്? ജന്നക്ക് എന്താ വേണ്ടേ? ഇപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ അവിടെ. എന്താണ് എനിക്കെന്താണ്? ജന്നക്ക് എന്താ വേണ്ടേ? ബ്രോസ്റ്റിന് വേണ്ടി കാണിക്കാണ്. അങ്ങനെ കൊക്കവാട തിന്നാൻ വേണ്ടി പോയത്. അപ്പം അവിടെ കൊക്കവാട ഒന്നുമില്ല.
പിന്നെ ബർഗർ, പിന്നെ ഷവർമ അങ്ങനത്തതൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിവട ഉണ്ടോണ്ട്. അപ്പം മറ്റതൊന്നും ഇല്ല, വിചാരിച്ച് പോയതില്ല. കൊക്കവട തിന്നാനാണ് ഈ പൂതി. പിന്നെ മക്കൾ കച്ചറ ഉണ്ടാക്കിയാണ്ട് ബ്രോസ്റ്റ് വാങ്ങാനുണ്ട്. ഒരു ഹാഫ് ബ്രോസ്റ്റ് വാങ്ങിയിട്ടോ. അപ്പം അതിന് വേണ്ടി ചെയ്തിട്ടാണ്. ഇങ്ങനെ നമ്മൾ തയ്യാറായി നിൽക്കാൻ കേട്ടോ. ജനക്കുട്ടി ഉണ്ടില്ലേ, ആ വലിച്ചിടുന്ന പീച്ചൊക്കെ ഞങ്ങൾക്ക് സോസൊക്കെ പാരാൻ തുടങ്ങിട്ടോ. പിന്നെ ബ്രോസ്റ്റ് എത്തിയിട്ട് കത്തുന്ന മക്കൾ പിന്നെ സ്കൂളിൽ വിട്ട് പൈച്ച തരല്ലേ. മക്കളൊക്കെ ബ്രോസ്റ്റ് കണ്ടപ്പോഴത്തേനും വേഗം വാരിയെടുക്കാനും തിന്നാനൊക്കെ തുടങ്ങിയിട്ട് അതിൻ്റെ അങ്ങ് കിട്ടാനിട്ട് മക്കൾക്ക് കച്ചറ. അതാർക്ക് കിട്ടും വിചാരിച്ച് അതിനാണ് മക്കൾക്ക് അധികം ഇഷ്ടപ്പെട്ടൊക്കെ. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പിന്നെന്തൊക്കെ, അങ്ങനെ വീടെത്താനായിട്ടോ. ഇനി വീടെത്തിയിട്ട് മക്കൾ കുറേ ആയി ആ മഞ്ഞപ്പൊടി കളിക്കാണ്ടൊരു ഇതുണ്ടല്ലോ വെള്ളത്തിൽ, അത് ചെയ്യണമെന്ന്. രാത്രി ആവട്ടെ പറഞ്ഞാണ്ട് അങ്ങനെ നിന്നു. അതൊന്ന് ചെയ്ത് നോക്കിയിട്ടോ. ഞാൻ എന്താട്ടി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്ന് ഇട്ടാക്കിയാണ്ട് മക്കൾ അങ്ങനെ എല്ലതും ഇട്ടാണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇനി ഇതിൻ്റെ ഒരു സോഡിഷം വിടേണ്ടത് കേട്ടോ. ഞാൻ അപ്പോൾ ഇതിൽ വീഡിയോയിൽ വെറുതെ ഉൾപ്പെടുത്തതാണ്. അങ്ങനെ നമുക്ക് നാളെ 3 മണിക്ക് കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും എല്ലാവരോടും.